കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 56ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും ഏഷ്യയിലെ പ്രമുഖ നേത്ര ചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡിസംബർ 29 ഞായറാഴ്ച കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ചു സംഘടിപ്പിച്ചു. ശ്രീ കോട്ടാത്തല ശ്രീകുമാർ ക്യാമ്പിന് സ്വാഗതം ആശംസിച്ചു. കൊല്ലം ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ സീനിയർ സൂപ്രണ്ട് അജിലാൽ എസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. വ്യവസായ വകുപ്പ് സെക്രട്ടറി ഗൌതം യോഗേഷ്, ഡോക്ടർ ടിറ്റു, സമുദ്രതീരം ചെയർമാൻ റൂവൽ സിംഗ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ധ്രുവ്, കടയ്ക്കൽ ലാൽ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ഈ ക്യാമ്പിൽ പങ്കെടുക്കാനായി പുലർച്ചെ 2 മണി മുതൽ ഇവിടെ ആളുകൾ എത്തി തുടങ്ങിയതാണ്. ഞാൻ കേരളകൗമുദി പത്രത്തിന്റെ കൊല്ലം ബ്യൂറോയിലെ റിപ്പോർട്ടറാണ്, ഒപ്പം പൊതുപ്രവർത്തകനുമാണ്. ഇവിടുത്തുകാരനല്ല, കൊട്ടാരക്കരക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചാൽ ഒരു 50 പേരെ സംഘടിപ്പിക്കുക വലിയ പ്രയാസകരമാണ്. 50, 60, 70 ഇത്രയും ആളുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്യാമ്പായി വിശ്വസിക്കുന്ന സംഘാടകരായി നിൽക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിശയപ്പെട്ടു പോവുകയാണ്. ഓരോ ക്യാമ്പിലും 600 മുതൽ 900 വരെ ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഈ ക്യാമ്പിലേക്ക് എത്തുന്നു. റൂവൽ സിംഗ് എന്നൊരു വ്യക്തി അദ്ദേഹം തുടങ്ങിവെച്ച ഒരു സമുദ്രതീരം എന്ന് പറഞ്ഞ വയോജന കേന്ദ്രം തൊട്ടടുത്ത് ഒരു 400 മീറ്റർ അപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 36 അമ്മമാർ, അച്ഛനമ്മമാർ ഇപ്പോൾ താമസിച്ചു വരുന്നു. 300-ലധികം ആളുകൾ ആ സ്ഥാപനത്തിൽ വന്നുപോയി താമസിക്കാനായി വരികയും അവർക്ക് മക്കളോ മരുമക്കളോ മറ്റ് ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നിയമപരമായ പോരാട്ടങ്ങൾ നടത്തി അവരെയെല്ലാം സ്വന്തം കുടുംബങ്ങളിൽ താമസിക്കാനുള്ള സംവിധാനം ഒരുക്കി സമുദ്രതീരം വയോജന കേന്ദ്രം മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമുദ്രതീരത്തിന് പുതിയ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇവിടെ ബഹുമാന്യനായ സാമൂഹ്യനീതി വകുപ്പിന്റെ ജില്ലാ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട് ഇവിടെയുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് അടക്കമുള്ള ഒരു നോട്ടീസ് വന്നു. അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു കെട്ടിടത്തിൽ ഒന്നിച്ച് താമസിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ 2 കെട്ടിടങ്ങൾ ഉണ്ടായേ പറ്റൂ എന്നുള്ള ഒരു നിർദ്ദേശം വന്നപ്പോഴാണ് റൂവൽ സിംഗ് പുതിയ ഒരു കെട്ടിടത്തെപ്പറ്റി ആലോചിച്ചത്. അല്പം സ്ഥലം വാങ്ങിയപ്പോഴേക്കും സുമനസ്സുകളായ 40-ലധികം ആളുകൾ 2 ലക്ഷം രൂപ വീതം സംഭാവന ചെയ്യുവാൻ, ഓരോ മുറി ഞങ്ങൾ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞ് സമീപിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇപ്പോ 2.5 കോടി രൂപ മുടക്കി മനോഹരമായ ഒരു കെട്ടിടം പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഇവിടെ കശുവണ്ടി തൊഴിലാളിയായിരുന്നു അമ്മ. അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഏറ്റവും ദാരിദ്ര്യമുള്ള ആ കുടുംബത്തിൽ അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ നിന്നും പോയിട്ട് വൈകിട്ട് 5 മണിക്ക് തിരികെ എത്തിയാൽ ഒരു ചുറ്റികയും എടുത്തുകൊണ്ട് പാറമലയിൽ, ഇവിടെ എല്ലാം പാറമലയായിരുന്നു, പാറമടയിൽ മെറ്റലടിക്കാൻ പോകുമ്പോൾ 6 വയസ്സ് മുതൽ ചെറിയ പ്രായത്തിൽ കയ്യിൽ ചുറ്റിക പിടിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ആ പ്രായത്തിൽ ചെറിയ ചുറ്റികയുമായി പാറമടയിൽ പോയി തുടങ്ങിയ കഷ്ടപ്പെട്ട് വളർന്ന ഒരാൾ തന്നെയാണ് റൂവൽ സിംഗ്. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്നും സ്ഥലം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പോയി ജോലി ചെയ്തു. വെറും കൈയോടെ തിരികെ എത്തി ഓട്ടോ ഡ്രൈവറായി, ഫാം നടത്തി, ഒട്ടനവധിയായ ബിസിനസ്സുകളെല്ലാം നടത്തി, എല്ലാം പൊളിഞ്ഞ് അവസാനം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങി. എന്തായാലും അനുഭവ സമ്പത്ത് കൂടി ചേർത്ത് വെച്ച് കൺസ്ട്രക്ഷൻ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 30-ലധികം സൈറ്റുകളിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും കിട്ടുന്ന ലാഭം, ആ ലാഭത്തിന്റെ നല്ലൊരു വിഹിതവും സാമൂഹ്യ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നതാണ് ഞാൻ റൂവൽ സിംഗിൽ കണ്ട ഒരു പ്രത്യേകത. അങ്ങനെ തുടങ്ങിയതാണ് 2017 ഒരു ആംബുലൻസ് സർവീസ് സൗജന്യമായി ഈ നാടിന് വേണ്ടി വിട്ടുകൊടുത്തു. ഒരാൾക്ക് അടിയന്തര ഘട്ടത്തിൽ
ആശുപത്രിയിൽ പോകുവാനോ അല്ലെങ്കിൽ ഡെഡ് ബോഡി കൊണ്ടുവരുവാനോ മറ്റ് ആവശ്യങ്ങൾക്കായി ആംബുലൻസ് വേണമെങ്കിൽ സൗജന്യമായി 1 രൂപ പോലും കൊടുക്കണ്ട, പെട്രോൾ അടിക്കാൻ പോലും കൊടുക്കണ്ട. അങ്ങനെ ഇപ്പോഴും ആ ആംബുലൻസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു അലമാര സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിറയെ പുതിയ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ വസ്ത്രം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആക്സിഡന്റ് പറ്റിയാൽ രാത്രിയായാലോ പകലായാലോ പെട്ടെന്ന് എന്നൊരു കടയിൽ നിന്നും വാങ്ങുന്നതിന് പകരം ആ അലമാര തുറന്നിട്ട് സൗജന്യമായി അതിൽ നിന്ന് വസ്ത്രമെടുക്കാം. ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ടാക്കി. നിർധന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ സംവിധാനമുണ്ടാക്കി. നിർധന യുവതികൾക്ക് മംഗല്യ സഹായം നൽകി. തന്റെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നുള്ള സകല വരുമാനവും ഈ നിലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യനെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനു മുൻപായി തന്നെ അദ്ദേഹം 8 വർഷമായി ഈ നേത്ര ചികിത്സാ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചു വരുന്നു. ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ബിസിനസ്സായി കാണുന്ന ഒട്ടനവധിയായ ആളുകൾ നമുക്കൊപ്പമുണ്ട്. മറ്റുള്ളവരിൽ നിന്നും പണം എങ്ങനെ വാങ്ങിയെടുക്കാം, നമുക്ക് ഈ കൂടെ കൂട്ടുന്ന അച്ഛനമ്മമാരെ പരിപാലിക്കാതെ തന്നെ അവരെ കാണിച്ചുകൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള പല നീക്കങ്ങളും പലയിടങ്ങളിലും ഉണ്ടാകുമ്പോഴൊക്കെ അതിന് താക്കീത് നൽകുവാനും കൃത്യമായ ശിക്ഷാ നടപടി എടുക്കുവാനും ഒക്കെ ചുമതലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് നമുക്കൊപ്പം ഇന്നുള്ളത്. അദ്ദേഹം ഈ വന്നപ്പോഴേ ഈ ആൾക്കൂട്ടം കണ്ടപ്പോഴേ അതിശയിച്ചു പോയി. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ക്യാമ്പിൽ ഇത്രയും ആളിനെ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വർത്തമാനം തുടങ്ങിയത്. വയോജന കേന്ദ്രം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് സമുദ്രത്തിൽ വന്നു പോയത്. ഒരാളിന്റെ കയ്യിൽ നിന്ന് പോലും ഇന്ന് വരെയും 1 രൂപ വാങ്ങാതെയാണ് നിങ്ങളവിടെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് നിബന്ധനകളും കർശന നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അഡ്മിഷനും നമ്മളവിടെ ഏറ്റെടുക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, മറ്റ് വയോജന കേന്ദ്രത്തിന് അപ്പുറം ഞങ്ങൾ ഈ വയോജന കേന്ദ്രത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാക്സിമം വയോജന കേന്ദ്രത്തെ ഞങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. എന്റെ 48 സ്കൂളിലെ കുട്ടികളാണ് അവിടെ വന്നു പോയത്. സ്കൂളുകളിലെ കുട്ടികൾ വന്ന് അവിടെ പോകുമ്പോൾ ആ സ്കൂളിലെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എത്തുന്നത് അല്ലെങ്കിൽ അവിടെ എത്തിക്കുന്നത് വരും തലമുറയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ആ സ്കൂളിലെ കുട്ടികൾ വന്നു പോകുമ്പോൾ ആ പടി ഇറങ്ങുന്നതിന് മുമ്പ് അവർ പറഞ്ഞിട്ടാണ് ആ പടി ഇറങ്ങുന്നത്, ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ പടിയിറക്കി വിടാറുള്ളൂ. അത്തരം സംവിധാനം ഞാൻ നടത്തുമ്പോൾ ഈ ക്യാമ്പ് ഏതാണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേത്ര ചികിത്സാ ക്യാമ്പാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുവെങ്കിലും ഈ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത തുടർ ചികിത്സ നമ്മൾ ഈ ക്യാമ്പിൽ കിട്ടുന്നതിനൊപ്പമാണ്. അതിനുപരി അരവിന്ദ് കണ്ണാശുപത്രി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പ് ആയതുകൊണ്ട് മാത്രമാണ്. ഏറെ നമുക്ക് സൗകര്യം കിട്ടിയത് ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണ്. നാഷയുടെ ഓരത്തായി നമുക്ക് ഈ സ്കൂൾ കിട്ടിയത് ആളുകൾക്ക് വന്ന് പോകാനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ആളുകളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുന്നത്. ഈ ക്യാമ്പിൽ വന്നിട്ടുള്ള ഓരോരുത്തർക്കും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഓരോ മാസവും നമുക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് വന്നു പോകുന്നത്. കഴിഞ്ഞ മാസവും നമുക്കൊരു വലിയൊരു പ്രശ്നം ഉണ്ടാകുകയുണ്ടായി. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെപ്പോലും അറിയിക്കാതെ ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്പോട്ടിൽ തന്നെ അവിടുന്ന് ഒരച്ഛൻ തിരുനെൽവേലിയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയുണ്ടായി. ഏറെ പ്രയാസമാണ് ഇത്തരം കാര്യങ്ങൾ. ഈ സംഘാടകർ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സംഘടിപ്പിച്ചാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതും 1-2 ആളുകൾ മാത്രമാണ്. തിരികെ എത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പല അച്ഛന്മാരും വീടുകളെ അറിയിക്കാറില്ല. തിരികെ വരുന്ന സമയത്ത് അതിനുമുമ്പ് തന്നെ പല മക്കളും വിളിച്ച് ചില ഭീഷണികളും പോലീസ് സ്റ്റേഷനിൽ കേസ് ഉൾപ്പെടെ നൽകുകയുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ തരണം ചെയ്ത് പോകുമ്പോൾ കഴിഞ്ഞ മാസം നമുക്ക് ആ അച്ഛനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള പ്രായമായ അമ്മമാരും ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തോട് കഴിയുന്ന ആൾക്കാരാണ്. ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ദിവസം പിരിഞ്ഞിരിക്കാൻ വന്ന ആ സാഹചര്യത്തിലാവാം അച്ഛൻ അവിടെ നിന്ന് പോകേണ്ടി വന്നത്. ഇത്തരം കാര്യങ്ങൾ ഇനിയും മേലിലും തുടരരുത്. നിങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകുന്ന സംഘാടകർക്ക് ഏറെ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഞങ്ങളുടെ കയ്യിലാണ്. തിരികെ ഇവിടെ കൊണ്ടാക്കുന്നവരെ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങൾ ഇനി തുടരരുത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, കൊല്ലം ജില്ലയുടെ
സാമൂഹ്യനീതി വകുപ്പിന്റെ ഓഫീസർ കൂടിയായ സൂപ്രണ്ട് കൂടിയായ അജിലാൽ സാറിനെ നമുക്ക് കിട്ടിയതിൽ ഏറെ സന്തോഷമാണ്. ശസ്ത്രക്രിയയ്ക്കും കണ്ണിന്റെ പരിശോധനയ്ക്കും വേണ്ടി കാത്തു നിൽക്കുന്ന അച്ഛനമ്മമാരെ വളരെ മുഷമിപ്പിക്കുന്നില്ല. അരവിന്ദ് ഹോസ്പിറ്റലും സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ നേത്ര പരിശോധനാ ക്യാമ്പിലേക്ക് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അതുകൊണ്ട് ദീർഘമായി ഞാൻ ഒരു സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എല്ലാ അച്ഛനമ്മമാരും ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് അത് നല്ല രീതിയിൽ അതിൽ എല്ലാം കാണിച്ച് ക്ലിയർ ചെയ്ത് അതിന്റെ തുടർ ചികിത്സയും ഉറപ്പുവരുത്തി സന്തോഷമായി തിരിച്ചു പോകണം. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാ അച്ഛനമ്മമാർക്കും ഇതിന്റെ സംഘാടക സമിതിക്കും സദസ്സിലും വേദിയിൽ ഇരിക്കുന്നവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയല്ല. എൻ്റെ അച്ഛനെ കൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞു ഇതുപോലെ ഒരു ക്യാമ്പുണ്ട്, കണ്ണിന് ശസ്ത്രക്രിയ നടത്തണം, പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് മറ്റു ഹോസ്പിറ്റൽസ് ഉണ്ട്, ഇനി അരവിന്ദിൽ തന്നെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞപ്പോഴും അച്ഛൻ്റെ പല സുഹൃത്തുക്കൾക്കും ഇതുപോലെ ഈ ക്യാമ്പിൽ വന്നിട്ട് നല്ല ചികിത്സ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്യാമ്പിൽ തന്നെ വരണമെന്ന് ഒരേ നിർബന്ധം. ഞാൻ കൂടി വരണ്ടെന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 78 വയസ്സുള്ള ഒരാളിനെ അങ്ങനെ നമുക്കറിയാത്തൊരു ക്യാമ്പിലേക്ക് വിടാൻ ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെ രാവിലെ 4 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് സത്യത്തിൽ കുറച്ച് നിർബന്ധപൂർവ്വം തന്നെ ഞാൻ കൂടെ വരികയും കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ഒന്ന് കണ്ടപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. കേവലം 7 വർഷമായിട്ട് തുടങ്ങിയ ഒരു ട്രസ്റ്റ് എല്ലാ മാസവും ഇതുപോലൊരു സൗജന്യ ക്യാമ്പ് നടത്തുക, അത് 56ാമത്തെ ക്യാമ്പിൽ എത്തിക്കുക. വന്നപ്പോൾ തന്നെ 100 കണക്കിന് ആൾക്കാർ ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഉത്തരവാദിത്വം ശ്രീ സമുദ്ര ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ റൂറൽ സിംഗിൻ്റെ ഉത്തരവാദിത്വവും കമ്മിറ്റ്മെൻറ്റും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ സമാധാനമായി. അതല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവിടെ നിർത്താൻ അല്ലെങ്കിൽ ഇതിലേക്ക് അച്ഛനെ പങ്കെടുപ്പിക്കാൻ പോലും എനിക്ക് സത്യത്തിൽ മനസ്സുണ്ടായിരുന്നല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നപ്പോൾ സമാധാനമായി. ഇവിടെ എത്തിയുള്ള ഓരോ ആൾക്കാരും ഇതുപോലെ നമുക്ക് പരിചയമുള്ള മറ്റാൾക്കാരോട് പറഞ്ഞ് അവർക്ക് നല്ല ചികിത്സ കിട്ടി ബോധ്യപ്പെട്ട് ഇവരുടെ ഉത്തരവാദിത്തത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ഈ തിമിര സർജറിക്കായിട്ട് എല്ലാ മാസവും നിങ്ങൾക്കറിയാം 150 മുതൽ 200ഓളം ആൾക്കാരെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളതെന്നല്ല അപേക്ഷിക്കാനുള്ളത്. അതായത് ഈ 200 അല്ലെ 150 പേരുടെയും കൂട്ടിരിപ്പുകാരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല. അപ്പോൾ നമ്മൾ പറയുന്ന കുറച്ച് ആൾക്കാർക്ക് ഉറപ്പായും കൂട്ടിരിപ്പുകാർ വേണ്ടി വരും. അങ്ങനെയുള്ള ആർക്കൊക്കെ ആണെന്നുള്ളത് നമ്മൾ പറയുന്നവരൊപ്പം അവർ മാത്രമേ നമ്മൾക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള നിർവാഹമുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ വരണം എന്ന് ശാഠ്യം പിടിക്കാൻ പാടില്ല. അപ്പോൾ ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മളുടെ കൂടെ ആ കാര്യത്തിൽ സഹകരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെ രോഗമുണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ തുറന്ന് പറയണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പല മെഡിസിൻസും നിങ്ങൾക്ക് ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നൊക്കെ എടുക്കുന്നുണ്ടാവും. പിന്നെ മറ്റ് ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് എല്ലാ മെഡിസിൻസും നമ്മൾ സർജറിക്ക് യൂസ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്നുള്ളത് തുറന്ന് പറയാതിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കണ്ണിൻ്റെ സർജറി ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളത് പലരും മറച്ചു വെച്ച് അവിടെ വന്നിട്ട് ഓൺ ടേബിൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ മരുന്നിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മെഡിസിൻസ് നിർത്താതെ വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ്, മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ എന്തൊക്കെ രോഗമുണ്ടോ, എന്തൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ കഴിവതും അതിൻ്റെ ലിസ്റ്റ് കൊണ്ടുവരിക. ഇല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തൊക്കെ രോഗങ്ങളാണ് ഉള്ളതെന്നെങ്കിലും പറയണം. ഇല്ലെന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാം. കണ്ണിൻ്റെ സർജറി അല്ലേ, ചെറുതല്ലേ എന്നൊക്കെ വിചാരിച്ചായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ പറയാതിരിക്കുന്നത് നിങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ച് വരുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ അത് മറച്ചു വെക്കരുത്. എല്ലാവരും ഉള്ള രോഗങ്ങൾ തുറന്ന് പറയണം. തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വന്ന 193ഓളം പേരെ തുടർ ചികിത്സയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി.